to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss a problem relating to final accounts of companies. Today's question is this. The following is the trial balance of Ashok Limited on 31st March 2018. Debit side ആണ് മിസ് വായിക്കുന്നത്. Purchases 2,95,000, stock 1 for 2017 75,000 rupees, salaries 7,500, wages 50,000, rent 4,950, furniture and fittings 17,000, machinery 29,000, sundry expenses 7,050, dividend paid 9,000, debtors 37,500, cash in hand 10,200, cash at bank 6,000. Patent and trademark 4,830. Then credit side, sales rupees 4 lakh, reserve fund 15,500, sundry creditors 17,500, discount received 5,000, profit and loss account 31st March 2017 15,030, share capital 10,000, equity shares of rupees 10 each, rupees 1 lakh. Adjustment. First one, stock on 31st March 2018 was worth rupees 82,000. Depreciate fixed assets at 10%. Then make provisions for income tax at the rate of 30%. Prepare profit and loss account for the year ended 31st March 2018 and the balance sheet as on that date. Okay, let's start. First, we prepare notes to account for the preparation of statement of profit and loss account. First, notes to account. First item, employee benefit expenses. Employee benefit expenses note number 1 ആണ്. Wages rupees 50,000, salary 7,500, total 57,500. First note complete ചെയ്തു. Second, depreciation and amortization expenses ആണ്. Depreciation on plant and machinery 2,900, depreciation on patent and trademark 483, depreciation on furniture and fittings 1,700. ഫിക്സഡ് അസറ്റിന് 10% ആണ്. എല്ലാ എമൗണ്ടിൻ്റെയും 10% ആണ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷൻ 5,083. ദെൻ അതർ എക്സ്പെൻസസ്. Other expenses, first one, rent 4,950, sundry expenses 7,050, total other expenses 12,000. അപ്പം ഈ 3 നോട്ട്സ് മതി എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് മതിയാകും. ഓക്കെ, then we prepare statement of profit and loss. Statement of profit and loss. First item, revenue from operation, that means the amount of sales ആണ് rupees 4 lakh. Other receipt, ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അതർ റെസിപ്റ്റിലുള്ളത് 5,000. ടോട്ടൽ റവന്യൂ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട്, അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ റെസിപ്റ്റും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് 4,05,000. ഡബിൾ ലൈൻ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. ഇത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഈ റോമൻ ലെറ്റർ നമ്പർ ഇട്ടേക്കുന്നത് അത് അതേപടി ഫോളോ ചെയ്യുക. ഫോർത്ത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിലെ ഫസ്റ്റ് ഐറ്റം പർച്ചേസസ് ആണ്. നമ്മൾ 2,95,000 റുപ്പീസിൻ്റെ പർച്ചേസസ് നടത്തിയിട്ടുണ്ട്. ദെൻ ചേഞ്ച് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 82,000 ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് 75,000 ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് 7,000 ആണ്. അപ്പം ആ 7,000 നമ്മൾ മൈനസ് ഫിഗർ ഇടുക, ദാറ്റ് മീൻസ് ബ്രാക്കറ്റിലിടുക. ഓക്കെ, ദെൻ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ് അത് നമ്മൾ നോട്ട് 1 പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ എക്സ്പെൻസസ് 2,88,000 ആണ്. അതായത് 2,95,000 നിന്ന് 7,000 മൈനസ് ചെയ്തു 2,88,000 എഴുതി. ഓക്കെ, ഇനി എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. അത് നോട്ട് നമ്പർ 1 57,500. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നോട്ട് നമ്പർ 2 5,083. അവിടുത്തെ ടോട്ടലാണ് എടുത്ത് എഴുതുന്നത്. ദെൻ ടോട്ടൽ എക്സ്പെൻസസ് ഇതെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എക്സ്പെൻസസ് 3,62,583. 3,62,583 ഇട്ട്. നെക്സ്റ്റ് റോമൻ ലെറ്റർ 5 ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതായത് ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് മൈനസ് ചെയ്യുക. ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. അതെന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 42,417 ആണ്. Then sixth
ഐറ്റം ടാക്സ് എക്സ്പെൻസസ് ആണ്. ദാറ്റ് മീൻസ് പ്രൊവിഷൻ ഫോർ ടാക്സ് 30% പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ 30% എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ 12,725 കിട്ടും. 12,725. അപ്പം നമ്മൾ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 29,692. 29,692. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, എക്സെപ്ഷണൽ ഐറ്റംസ് ഒന്നും തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 29,692. ഓക്കെ. Then we prepare notes to account for the preparation of balance sheet. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നോട്ട്സ് ടു അക്കൗണ്ട് ആണ് ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് വാല്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുള്ളി പെയ്ഡ് അപ്പ് ₹1 lakh. ഡബിൾ എൻ കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് നോട്ട് കഴിഞ്ഞു. ഷെയർ ക്യാപിറ്റൽ. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. നമ്മൾ എല്ലാ റിസർവുകളും ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് റിസർവ് നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നതാണ് 15,500. ദെൻ പ്രോഫിറ്റ് ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റാണ് പറഞ്ഞിരിക്കുന്നത് 15,030. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റാണ് 15,030. ദെൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് 29,692. 29,692. അപ്പം റിസർവ് എന്ന് പറയുന്നത് 15,500 ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 15,030 ബാലൻസ് ഉണ്ടായിരുന്നു. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 29,692 കിട്ടി. ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 60,222. എന്താണ് 60,222 ആണ്. ഈ മൂന്ന് ഫിഗറും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ ഡിവിഡൻറ്റ് പേ ചെയ്തത് ലെസ് ചെയ്യുക. ലെസ് ഡിവിഡൻറ്റ് പെയ്ഡ് 9,000 rupees ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. ഡിവിഡൻറ്റ് പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 51,222. അപ്പം നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് കാണിച്ചാൽ മതി? 51,222 എന്ന് മാത്രം കാണിച്ചാൽ മതിയാകും. ഓക്കെ. ദെൻ തേർഡ് ഐറ്റം പ്രൊവിഷനാണ്. ഷോർട്ട് ടൈം പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ കണ്ടുപിടിച്ച് ഓൾറെഡി. അതാണ് പ്രോഫിറ്റിൻ്റെ 30% ആയിരുന്നു 12,725. അപ്പം തേർഡ് നോട്ട് കഴിഞ്ഞു. ദെൻ ഫോർത്ത് നോട്ട് ടാഞ്ചിബിൾ അസറ്റാണ്. ഫോർത്ത് നോട്ട് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റ്സിൽ ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി 29,000 ആയിരുന്നു. ലെസ് ഡിപ്രീസിയേഷൻ 10% ഡിപ്രീസിയേഷൻ ആയിരുന്നു. അപ്പോൾ 2,900. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 26,100. ഫർണിച്ചർ ലെസ് ഡിപ്രീസിയേഷൻ അത് 15,300. അങ്ങനെ ടോട്ടൽ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 41,400 ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് എഴുതി 41,400 കാണിച്ചാൽ മതിയാകും. ഓക്കെ. ദെൻ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഉണ്ട്. അത് നമുക്ക് എത്രയാണ്? 4,830 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ 10% 483. എമൗണ്ട് 4,347. ഓക്കെ. ദെൻ ഇൻവെൻട്രി ക്ലോസിംഗ് സ്റ്റോക്കാണ് 82,000. ട്രേഡ് റിസീവബിളിൽ നമുക്ക് ഡേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ 37,500. അത് ഡബിൾ എൻ കൊടുത്ത് ക്ലോസ് ചെയ്യുക. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 10,200 ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 600 ഉണ്ട്. ടോട്ടൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് എഴുതിയിട്ട് 16,200 കാണിക്കുക. ഓക്കെ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് അശോക് ലിമിറ്റഡ് ആണ്. ഓക്കെ. ബാലൻസ് ഷീറ്റിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ബാലൻസ് ഷീറ്റാണ്. അശോക് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31 March 2018. ഓക്കെ. അതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ് മെയിൻ ഹെഡിങ്. നമ്പർ 1 ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അതിൻ്റെ സബായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ സബ് ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2 51,222. ഓക്കെ. ദെൻ സെക്കൻഡ് ഐറ്റം ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐറ്റം ഇല്ല, അതുകൊണ്ട് ഹൈഫൻ കൊടുത്തേക്കുക. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐറ്റം ഇല്ല, അതുകൊണ്ട് അതും ഹൈഫൻ കൊടുക്കുക. ദെൻ ഫോർത്ത് ഐറ്റം കറണ്ട് ലയബിലിറ്റീസ്. Current liabilities, first item trade payable, that is the trade creditors 17,500. Provision നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. പ്രോഫിറ്റിൻ്റെ 30% നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നോട്ട് നമ്പർ 3 12,725. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ട് എഴുതുക? ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,81,447 കിട്ടും. അപ്പോൾ ലയബിലിറ്റി ടോട്ടൽ കിട്ടി. ദെൻ നമ്പർ 2 അസറ്റ്സ് ആണ്. അണ്ടർ അസറ്റ് ഫസ്റ്റ് ഐറ്റം നോൺ കറണ്ട് അസറ്റ്. അതിൽ ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് നോട്ട് നമ്പർ 4 41,400.
Intangible fixed asset, note number 5, 4,347. Okay. Then second number, current asset ആണ്. First current assetൽ inventories. Closing stock ആണ്. Note number 6, 82,000. Trade receivable, note number 7, 37,500. Last item, cash and cash equivalents, note number 8, 16,200. Balance sheet total 1,81,477. 1,81,477. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റവും നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ നോട്ട് 1, നോട്ട് 2 എന്ന് കൊടുക്കുക. ഈ സെയിം നമ്പറാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത്. ദെൻ ബാലൻസ് ഷീറ്റിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓരോ നോട്ട്സിനും 1, 2, 3 എന്നുള്ള നമ്പർ കൊടുക്കുക. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അവിടെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ ഹെഡിങ് മാത്രം എഴുതുക. ഇവിടെ കണ്ടുപിടിച്ച് ടോട്ടൽ എമൗണ്ട് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. Dear students, carefully listen the lecture and try to work out the problem. Okay.